നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം. സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ഒപ്പുമര ചുവട്ടിൽ. ദേശീയ തെരുവ് നാടകോത്സവത്തിന് സാക്ഷിയായ ഇരിയണ്ണി ഗ്രാമം. ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നാടകോത്സവം സംഘടിപ്പിച്ചത് സംഗീത നാടക അക്കാദമി. തളങ്കര മുഹമ്മദ് റാഫി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ NA സുലൈമാൻ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമിതിയുടെ വാർഷിക അവലോകന യോഗം സംഘടിപ്പിച്ചു. സ്പീഡ്വേ ഇൻ ഹാളിലായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ഒപ്പുമര ചുവട്ടിലായിരുന്നു പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും കുഴിച്ചുമൂടുന്നതും അവസാനിപ്പിക്കുക, പഞ്ചായത്ത്, മുനിസിപ്പൽ അധികൃതർ തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ഒപ്പുമര ചുവട്ടിൽ നടന്ന സത്യാഗ്രഹം PPK പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ജീവിതം കുറെ കൂടി ഗുണകരമാക്കാൻ വേണ്ടി നിരന്തരം അധ്വാനിക്കുകയും പാടുപെടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലം എന്ന നിലയിൽ ആണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നത്. പ്രകൃതിയിൽ മാലിന്യങ്ങളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ ശരീരം തന്നെ നമുക്കറിയാം, മൂത്രമോ മലമോ പുറത്തു പോകാതെ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു ജീവിക്കും. കാരണം നാം ആഹാരം കഴിക്കുകയും അത് ദഹിപ്പിക്കുകയും ശരീരം അത് ആഗിരണം ചെയ്യുകയും അത് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഫലമായിട്ട് ഉണ്ടാവും. പരിപാടിയിൽ P. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുക വിവേകമല്ലെന്നും ഇവയുടെ ഉപയോഗം കുറച്ച് ബാക്കിയുള്ളവ റീസൈക്ലിംഗ് നടത്തുക, താലൂക്ക് തോറും ക്യാൻസർ ആശുപത്രികളും ക്ലിനിക്കുകളും സ്ഥാപിക്കലല്ല പ്രതിവിധിയെന്നും രോഗം വരാത്ത അവസ്ഥയുണ്ടാക്കലാണ് പ്രധാനമെന്നും പരിപാടിയിൽ ആരോപിച്ചു. പരിപാടിയിൽ നാരായണൻ പേരിയ, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, വിജയൻ കോടോത്ത്, പ്രേമചന്ദ്രൻ ചോമ്പാല, ജയൻ നീലേശ്വരം, കൃഷ്ണൻ പുല്ലൂർ, P. വിജയൻ, ഉമ്മർ തെരുവത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ തെരുവ് നാടകോത്സവത്തിന് സാക്ഷിയായ ഇരിയണ്ണി ഗ്രാമം. ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നാടകോത്സവം സംഘടിപ്പിച്ചത് സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ ദേശീയ തെരുവ് നാടകോത്സവത്തിനാണ് ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ തുടക്കമായത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാടക സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. അരങ്ങിനപ്പുറം പ്രേക്ഷകൻ്റെ കൂടെ പങ്കാളിത്തം ആണ് ഇവിടെ പ്രകടമാകുന്നത്. അരങ്ങിൻ്റെതായ ശക്തമായ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പ്രബോധനത്തിൻ്റെ കൂടി ആവശ്യമുണ്ടെന്ന് തോന്നി. ഇപ്പം നമ്മൾ വളരെ സമയം കാത്തിരുന്ന ഒരു രംഗനാടകം കാണുന്നതിനേക്കാൾ അപ്പുറം ഒരു ദിവസം തുടർച്ചയായിട്ട് അനേക രംഗാവതരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഈ സങ്കേതങ്ങൾ ലളിതമാക്കുന്നതുകൊണ്ട് സാധ്യമാകുന്ന ഒന്നാണ്. മൂളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാടി അധ്യക്ഷത വഹിച്ചു. പുത്തൻ തലമുറയിൽ നിന്നും അന്യം നിന്നു പോകുന്ന നാടകകലയെ ഗ്രാമാന്തരീക്ഷത്തിൽ വെളിച്ചത്തിലെത്തിക്കലാണ് പരിപാടിയുടെ ലക്ഷ്യം. കേരളത്തിനകത്തും പുറത്തു നിന്നായി 9 നാടകങ്ങളാണ് ഇത്തരത്തിൽ നാടകോത്സവത്തിൽ അരങ്ങിലെത്തുക. പരിപാടിയിൽ തെരുവ് നാടക ഗവേഷകൻ ഡോക്ടർ നരസിംഹറാവു മുഖ്യാതിഥിയായി. സംഗീത നാടക അക്കാദമി അംഗം PVK പനയാൽ, കർണാടക സംഗീത നാടക അക്കാദമി അംഗം ഉമേഷ് സാലിയാൻ, കൺവീനർ P. വിനയകുമാർ, ജോയിന്റ് കൺവീനർ ജ്യോതി പാണൂർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. തളങ്കര മുഹമ്മദ് റാഫി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ NA സുലൈമാൻ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. തളങ്കര മുഹമ്മദ് റാഫി കൾച്ചറൽ സെന്റർ NA സുലൈമാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അനുസ്മരണ ചടങ്ങിൽ നിറഞ്ഞ സദസ്സിൽ വെച്ച് മുതിർന്ന പത്രപ്രവർത്തകൻ KP കുഞ്ഞുമൂസ ഏറ്റുവാങ്ങിയത്. നഗരസഭ വനിതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സുലൈമാന്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം ആളുകളും
മറ്റ് മതവിശ്വാസികളായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു 100% ഇസ്ലാം മത വിശ്വാസിയായിട്ട് ഇസ്ലാം മത ആചാരപ്രകാരം ജീവിച്ച സുലൈമാന് മറ്റ് മതവിശ്വാസികളെ സ്നേഹിക്കുവാനും അവരോട് കൂടുതൽ അടുക്കുവാനും സാധിച്ചത് സുലൈമാൻ ഇസ്ലാം മതം പറയുന്നത് പോലെ ജീവിച്ചത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അള്ളാഹുവിനോട് നല്ല അടുത്ത ബന്ധം ഉറ്റ ബന്ധം പുലർത്തുന്ന ആളുകളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നോട് എത്രമാത്രം ഉറ്റ ബന്ധം പുലർത്തുന്നോ അതുപോലെ തന്നെ മറ്റ് മതവിശ്വാസികളോടുമായുള്ള ബന്ധം നിങ്ങൾക്ക് ദൃഢമാക്കാൻ സാധിക്കണം എന്നായിരുന്നു. മുഹമ്മദ് റഫി കൾച്ചറൽ സെൻറ്റർ പ്രസിഡന്റ് PS ഹമീദ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA CH കുഞ്ഞമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് വായ്പാട്ട് മത്സരത്തിൽ മികവ് കാട്ടിയ അബ്ദുൾ റഹ്മാൻ അഷ്ഫാഖിനും ശരണ്യക്കും മുൻമന്ത്രി CT അഹമ്മദ് അലിയും നഗരസഭാ മുൻ ചെയർമാൻ TE അബ്ദുള്ളയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വ്യവസായി യഹിയ തളങ്കര, റഹ്മാൻ തായലങ്ങാടി, നാരായണൻ പേരിയ, NN കരമുല്ല ഹാജി, A അബ്ദുൾ റഹ്മാൻ, അസീസ് കടപ്പുറം, DN ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക അവലോകന യോഗം സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സ്പീഡ് വെയിൻ ഹാളിലായിരുന്നു പരിപാടി. ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക അവലോകന യോഗം നടന്നു. ബസ് സർവീസ് മേഖലയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവലോകന യോഗം ചർച്ച ചെയ്തു. ട്രോമ കെയർ സെക്രട്ടറി P വേണുഗോപാലൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ സംഗതികളും ക്ഷേത്രത്തിൽ കയറുന്ന കാര്യമായാലും നമ്മൾ സ്വാതന്ത്ര്യം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കൂട്ടായ്മയുടെ ഫലമാണ്, അല്ലാതെ കിട്ടില്ല. കൂട്ടായ്മ കൊണ്ട് എന്ത് നമുക്ക് ചെയ്യാം, ഏതിനെയും കീഴ്പ്പെടുത്താം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. താലൂക്ക് സമിതി അധ്യക്ഷൻ CK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തമ്പാൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടാതെ SSLCക്ക് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് P വേണുഗോപാലൻ മാസ്റ്റർ ഉപഹാരം നൽകി. ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക നേതാവ് മാഹിൻ ഹാജിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ കുട്ടികൾക്ക് പ്രോത്സാഹന ധനം വിതരണം ചെയ്തു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബാലഗോകുലം കാസർഗോഡ് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ഗോകുലോത്സവം സംഘടിപ്പിച്ചു. കുഡ്ലു സദാശിവക്ഷേത്ര പരിസരത്തായിരുന്നു പരിപാടി. മധുർ മണ്ഡലപരിധിയിൽ വരുന്ന ബാലഗോകുലങ്ങളിലെ കുട്ടികളുടെ കൂട്ടായ്മയായ ഗോകുലോത്സവം കുഡ്ലു സദാശിവക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ചു. ഹൈന്ദവ ആദർശങ്ങളും മൂല്യങ്ങളും പാഠ്യവിഷയമായ പരിപാടി KG ഷാനു ബോഗ് ഉദ്ഘാടനം ചെയ്തു. ശോഭയാത്രയോടെ ആരംഭിച്ച പരിപാടിയിൽ നാഗേന്ദ്ര ഭട്ട് അധ്യക്ഷത വഹിച്ചു. ಮ್ಯಾಂಗ್ಳೂರ್ ರಾಷ್ಟ್ರೀಯ ಸ್ವಯಂ ಸೇವಕ ಸಂಘ ಸುನಿಲ್ ಕುಲಕರ್ಣಿ ಮುಖ್ಯ ಪ್ರಭಾಷಣ ನಡೆಸಿ ಈ ಬಾಲಗೋಕುಲ ಅನ್ನುವಂತಹದ್ದು ಕನ್ನಡಿ ಇದ್ದ ಹಾಗೆ ಅಂತ ನಮ್ಮ ಮಕ್ಕಳನ್ನ ನಾವು ಅಲ್ಲಿ ಕಳಿಸಿದರೆ ನಮ್ಮ ಅವರ ಜೀವನಕ್ಕೆ ಬೇಕಾದಂತಹ ಶಿಕ್ಷಣ ಕೊಡುವಂತಹ ಒಂದು ಪ್ರಕ್ರಿಯೆಯಲ್ಲಾಗತ್ತೆ. ಆ ಕನ್ನಡಿ ಅಂತ ಹೊಳಿಬೇಕಾಗಿದ್ದು ನಮ್ಮ ಜೀವನದಲ್ಲಿ ನಾವು ಅಲ್ಲಿ ಸಿಗುವಂತ ಶಿಕ್ಷಣವನ್ನ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಂಡಾಗ ಮಾತ್ರ ಅದೊಂದು ಸಾರ್ಥಕ ಆಗತ್ತೆ. ಕೇವಲ ಅಲ್ಲಿ ಶ್ಲೋಕ ಕಳಿಸ್ತಾರೆ, ರಾಷ್ಟ್ರಭಕ್ತಿ ಗೀತೆಗಳನ್ನು ಕಲಿಸ್ತಾರೆ, ಬೇರೆ ಬೇರೆ ರೀತಿಯ ಧಾರ್ಮಿಕ ಕಥೆಗಳನ್ನು ಹೇಳ್ತಾರೆ, ಇದೆಲ್ಲವೂ ಸತ್ಯ. ಟಿವಿ ಇವೆಲ್ಲ ಮಧ್ಯದಲ್ಲಿಯೂ ಕೂಡ ಅಲ್ಲಿ ಕಳಿಸಿದಾಗ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಒಳ್ಳೆ ಸಂಸ್ಕಾರ ಸಿಗುತ್ತೆ ಅನ್ನುವುದು ಒಂದು ಭಾಗವಾದರೆ ಆ ಭಾಗವನ್ನ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅಳವಡಿಸಿಕೊಳ್ಬೇಕಾದ್ರೆ ಮನೆಯೂ ಕೂಡ ಒಂದು ಬಾಲಗೋಕುಲದಂತೆ ವರ್ತನೆ ಮಾಡಬೇಕಾಗ್ತದೆ.
വിവിധ ബാലഗോകുലങ്ങളിലെ കുട്ടികളുടെ നൃത്തങ്ങളും അരങ്ങേറി. പരിപാടിയിൽ ജയരാമശെട്ടി, രാജേഷ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കൽ നടപടി ആരംഭിച്ചു. നിർദ്ദിഷ്ട കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സ്ഥലമുടമകൾക്ക് നൽകാനുള്ള തുക 21 കോടി രൂപയിലേറെ കാസർഗോഡ് ജില്ലാ ട്രഷറിയിൽ എത്തിക്കഴിഞ്ഞു. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയ്ക്കുള്ള ആദായ നികുതി ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. കോടതി വിധി അനുകൂലമായതോടെ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നുവരുന്നത്. അതേസമയം ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കിട്ടാനും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന ഭൂമി സംസ്ഥാന ഗവർണർക്ക് വേണ്ടി BRDC മാനേജിംഗ് ഡയറക്ടറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ അപേക്ഷ നൽകിയതായി ആക്ഷൻ കമ്മിറ്റി കൺവീനർ A. ഹമീദാജി പറഞ്ഞു. 21,71,60,530 രൂപയാണ് ഗവൺമെൻറ് നഷ്ടപരിവായി നൽകേണ്ടത്. ആ സമയത്താണ് കഴിഞ്ഞ മാസം നവംബർ 8 മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നോട്ടിൻ്റെ പ്രശ്നം വരുന്നത്, സാമ്പത്തിക മാന്ദ്യം വരുന്നത്. എങ്ങനെ ഇത് കൊണ്ടുപോകും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ മണ്ഡലത്തിലെ പ്രശ്നമാണ്, എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, ഇതിൻ്റെ പിന്നാലെ തന്നെ കൂടി ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫണ്ട് എത്രയും വേഗം എത്തിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഈ തുക മുഴുവനും നമ്മുടെ കാസർഗോട്ടെ ട്രഷറിയിലെത്തുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന് പൊന്നും വിലയ്ക്ക് ഭൂമി വിട്ടു നൽകുന്നവർ ട്രഷറിയിൽ അക്കൗണ്ട് തുടങ്ങണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. കാഞ്ഞങ്ങാടിന്റെ ഗതാഗതക്കുരുക്കിനിടയാക്കുന്ന കോട്ടച്ചേരി റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം വരുന്നതോടെ പ്രദേശത്തുകാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാവുന്നത്. കുടുംബശ്രീയും സ്വയം സഹായ സംഘങ്ങളും പ്രചോദനമായപ്പോൾ കിനാനൂർ കരിന്തളം കോതോട്ടുപാറയിലെ OV രവിക്ക് കൃഷി ജീവിതമാർഗമായി. 25 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ചെത്തിയ രവി ഇപ്പോൾ മുഴുവൻ സമയം കൃഷിയിലാണ്. 3.5 ഏക്കറോളം ഭൂമിയിൽ രവി എന്ന കർഷകൻ 20ഓളം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കാപ്സിക്കോ, മുളച്ചോളം, കാബേജ്, തക്കാളി, പച്ചമുളക്, മത്തൻ, കക്കിരി, ചീര, ചെരങ്ങ, പയർ, ഞരമ്പൻ എന്നിവ അതിൽ ചിലത് മാത്രം. ദിവസവും വിളവ് ലഭിക്കുകയും ചെയ്യും. അവ ഓർഡർ അനുസരിച്ച് രവി കടകളിൽ എത്തിക്കുന്നു. 25 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് അലട്ടിയിരുന്നത്. കുടുംബശ്രീക്കാരും പുരുഷ സ്വയം സഹായ സംഘങ്ങളും നടത്തുന്ന വിവിധയിനം കൃഷികളെപ്പറ്റി അറിയാനും കാണാനും കഴിഞ്ഞ രവി കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു. സ്വന്തമായുള്ള 3.5 ഏക്കർ ഭൂമിയിൽ കുഴൽക്കിണർ വഴി വെള്ളവും കിട്ടുമെന്നുറപ്പായപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. കൃഷി ചെയ്യുന്നതനുസരിച്ച് ഞാനിവിടെ ഒരു വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 3 പോസ്റ്റ് ഇട്ട് ഒരു ബോറുണ്ടാക്കി, അങ്ങനെ പമ്പ് ഹൗസെല്ലാം ഇവിടുത്തെ നാട്ടുകാർക്കും കുടുംബശ്രീ പെണ്ണുങ്ങൾക്കും പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ നട്ടിട്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ മിക്സായിട്ട് തന്നെ ഇപ്പോൾ പച്ചക്കറി നടത്തുന്നത്. കൃഷി ജീവിതോപാധിയായി തിരഞ്ഞെടുത്തപ്പോൾ ഭാര്യ പുഷ്പലതയും മക്കളായ അലേഖും അരവിന്ദും സഹായികളായി എത്തി. കൃഷിയിൽ 100 മേനി വിളവ് നേടിയപ്പോൾ തിരഞ്ഞെടുത്ത മാർഗം ശരിയാണെന്ന് ആ കുടുംബത്തിന് മനസ്സിലായി. ആദ്യം സ്വന്തം ആവശ്യത്തിന് മാത്രമായിരുന്നു കൃഷി. എന്നാൽ ഇപ്പോൾ രവി ഒരു മുഴുവൻ സമയ കൃഷിക്കാരനായി മാറി. കൃഷി ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വില ലഭിക്കുന്നില്ലെന്ന് രവി പറയുന്നു. കൃഷിഭവൻ വഴി പച്ചക്കറി സംഭരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയാൽ കർഷകന് വില കിട്ടാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു. RSSന്റെ നേതൃത്വത്തിൽ പ്രൈമറി ടീച്ചേഴ്സിന്റെ യോഗം നടന്നു. കഴിഞ്ഞ ദിവസം കുഡ്ലുവിൽ നടന്ന യോഗത്തിന്റെ സമാപന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. RSSന്റെ നേതൃത്വത്തിൽ മാംഗ്ലൂർ റൂറൽ ഡിസ്ട്രിക്ട് പ്രൈമറി ടീച്ചേഴ്സ് വിഭാഗത്തിന്റെ യോഗം സംഘടിപ്പിച്ചു. കുഡ്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂളിലായിരുന്നു പരിപാടി നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സമാപന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. റിട്ടയർഡ് IAS ഓഫീസർ K. ശശിധരൻ സമാപന ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. RSS മംഗലാപുരം സമിതി മെമ്പർ അച്യുത നായക് മുഖ്യപ്രഭാഷണം നടത്തി. കാര്യവാഹക് കൃഷ്ണരാജ് പെർള തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പരിസരത്ത് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു. കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കമ്മിറ്റി നീലേശ്വരത്ത് അനുമോദന യോഗം സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനാ പ്രവർത്തകർക്ക് യാത്രയയപ്പും നൽകി. അനുമോദനവും യാത്രയയപ്പും നടന്നത് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ നീലേശ്വരത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു.
വിലമതിക്കുകയാണ്, അവരുടെ അഭിമാനാദരങ്ങളോട് ഓർത്തെടുക്കുകയാണ്. സർവീസിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ യാത്രയപ്പില്ല. അവർക്ക് രണ്ടുപേർക്ക് ഞാൻ ആദ്യം തന്നെ വിശ്രമരഹിതമായ ജീവിതമാണ് ആശംസിക്കുന്നത്. അല്ലാണ്ട് സർവീസിൽ നിന്ന് വിരമിച്ചു പോയി ഒരു ചാരികസേനയിൽ ഇരുന്ന് മക്കളെ കുറിച്ച് വർത്താനൊക്കെ പറഞ്ഞേ ഇല്ലേ, അതില്ല, നമ്മുടെ തീർന്നു. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഉൾക്കൊണ്ടാണ് സാധാരണ സർവീസിൽ നിന്ന് ആളുകൾക്ക് പിരിവുണ്ടാവുക. അപ്പൊ യാത്രയപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ അല്ലെ സന്തോഷം ഉണ്ടെന്ന് നടിച്ചാലും അതിനുള്ളിനുള്ളിൽ സങ്കടം വരും. അപ്പൊ സങ്കടത്തിന് അടിസ്ഥാനമില്ല. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് NG രഘുനാഥൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഭാരവാഹികളെ അദ്ദേഹം അനുമോദിച്ചു. എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുമായ NS സുരേഷ് കലാകായികമേളയിലെ വിജയികളെ അനുമോദിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിവന്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ, എക്സൈസ് ഡ്രൈവർ K കുഞ്ഞിരാമൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KC കരുണാകരൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K പീതാംബരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K സുരേഷ് ബാബു, KR പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. PV ഗോപാലകൃഷ്ണൻ, K കുഞ്ഞിരാമൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി M അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ പരിസ്ഥിതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സത്യാഗ്രഹം. സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ഒപ്പുമര ചുവട്ടിൽ. ദേശീയ തെരുവ് നാടകോത്സവത്തിന് സാക്ഷിയായ ഇരിയണ്ണി ഗ്രാമം. ഇരിയണ്ണി കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നാടകോത്സവം സംഘടിപ്പിച്ചത് സംഗീത നാടക അക്കാദമി. തളങ്കര മുഹമ്മദ് റാഫി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ NA സുലൈമാൻ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ബസ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമിതിയുടെ വാർഷിക അവലോകന യോഗം സംഘടിപ്പിച്ചു. സ്പീഡ്വേ ഇൻ ഹാളിലായിരുന്നു പരിപാടി. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.